ഹലോ ഗായ്സ്, നസ്രാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുട്ടത്തോടായിട്ടുള്ള വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നത്. അപ്പോൾ മുട്ടത്തോട് കയ്യിലൊന്നുമില്ല, കയ്യിലൊന്നും മുട്ടത്തോടില്ല. പക്ഷെ ഞാൻ കാര്യം നിങ്ങളെ അറിയിച്ചപ്പോഴേ എന്താന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ മുട്ടത്തോട് ആള് ചില്ലറക്കാരനല്ല. നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ ഹെയറിന് വരെ ഇപ്പോൾ ഒരു അടിപൊളി ടിപ്പാണ് ഗൈസ്. അപ്പം നമ്മുടെ മുട്ടത്തോട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നൊന്നുമില്ല, ഞാൻ നിങ്ങളോട് നേരെ വീട്ടിലേക്ക് വരാം. അപ്പം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ മുട്ടത്തോട് നമ്മൾ നന്നായിട്ട് കഴുകുക. മുട്ടത്തോട് വെച്ച് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളയും ആ മഞ്ഞയൊക്കെ കളഞ്ഞതിന് ശേഷം, കളയണ്ട, നിങ്ങൾ തോരനാക്കി എന്തെങ്കിലുമൊക്കെ ആക്കിയതിന് ശേഷം ആ തോടുണ്ടല്ലോ, ആ തോട് മാത്രം നന്നായിട്ട് കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിരിച്ചിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കുക. നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം, അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്താൽ ഒരു പൗഡർ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ആ പൗഡർ പോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ പൗഡർ പോലെ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു പൊട്ടുന്ന ഒരു കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിയിലിട്ട് വെക്കുക. ഇനി നമുക്ക് നമ്മൾ കുളിക്കുന്ന ഒരു 15 മിനിറ്റ് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്പൂണ് മുട്ടത്തോടിൻ്റെ ആ പൗഡർ ഉണ്ടല്ലോ, ആ പൗഡർ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് വെളിച്ചെണ്ണ കലക്കിയിട്ട് നമുക്ക് നമ്മൾ തലയിൽ തേക്കുമ്പം നമ്മൾ ആദ്യം തേക്കേണ്ടത് ഹെയറിലല്ല, നമ്മൾ ഈ തലയോട്ടിൻ്റെ ഈ ഇതുണ്ടല്ലോ, തലയോട്ടി ഉണ്ടല്ലോ, അവിടെ വേണം തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി തേച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തൊക്കെ മുകൾ ഭാഗവും തേക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ മുട്ടത്തോടിൻ്റെ പൗഡർ ഒരു ബൗളിൽ ഒരു സ്പൂൺ എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കറ്റാർവാഴ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ ഇതേമാതിരി അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ ഈ മുട്ടത്തോടിൻ്റെ ടിപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്ക് മെസ്സേജ് അയക്കാം എങ്ങനെയാണ്, എന്നാലേ മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള ഒരു ഇത് തോന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെന്തൊക്കെയുണ്ട്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടിട്ടൊന്നുമില്ല, ഞാൻ വേഗം കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ട് ഗൈസ്. പിന്നെന്താ, എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ ഇത് മാറിയിട്ടില്ല, എൻ്റെ ചിക്കൻ ബോക്സിന് മാറിയിട്ടില്ല, ഇപ്പോഴും ഉണ്ട് വേദന, പെയിനൊക്കെ ചെയ്യുന്ന ഇവിടെയൊക്കെ. ഞാൻ ഈ തുടക്കത്തിൽ വരുമ്പോഴേ ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് അറിഞ്ഞില്ല. എനിക്ക് ഇവിടെ ചിക്കൻ ബോക്സ്, എനിക്ക് ചിക്കൻ ബോക്സ് ഉള്ള കാര്യം എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു തരി ഓർമ്മയില്ലേനു. ഞാൻ ഈ ഉറക്കത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞത് പൊട്ടിപ്പോയി. അപ്പോൾ എന്നെക്കൊണ്ടിത് ഭയങ്കര വേദന ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്തോ വീഡിയോസ് ഒന്നും ഇടാൻ തോന്നുന്നില്ല. ഞാൻ കുറേ ഷോർട്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഈ കോമഡി ആയിട്ടും റീൽസായിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ അതൊന്നും ചെയ്യാനൊരു ഫുള്ള് ഫേസിൽ മൊത്തം കുരുക്കളായിട്ട് ചെയ്യാനൊരു മടി. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.